Hi all, welcome to Skill Up with Jason. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു സംഗതിയാണ്. ഡേറ്റ ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ടൂളാണ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 രീതിയുള്ള ഡ്യൂപ്ലിക്കേഷൻ ചെക്കിംഗ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം 3 രീതികൾ ഇവിടെ നിങ്ങൾക്ക് ഷീറ്റിൽ കാണാൻ പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കോളത്തിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയാണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോളത്തിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റിനെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് നമുക്കൊരു ഫുൾ റോ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 നമ്മൾ ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് എടുത്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈലൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ എ സിംഗിൾ കോളം. ഓക്കെ, അപ്പം അതിന് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഇവിടെ ഉള്ളത്. കൗണ്ടിഫ് എന്ന് പറഞ്ഞൊരു ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൗണ്ടിഫ്, അതിൽ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട സെൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഇതെന്താണെന്ന് ഉള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈലൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ എ സിംഗിൾ കോളം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് ഡേറ്റ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഡേറ്റ. അതായത് ഒരു കോളമാണ്, ഇതാണ് നമ്മുടെ കോളം. എ എന്ന് പറയുന്ന കോളം ഇതാണ്. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എ എന്ന് പറഞ്ഞ കോളം. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ കോളത്തിനകത്ത് എവിടെയെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, ഒന്നിക്കൂടുതൽ പേരുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിക്കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കുറേ പേരുകളാണ് തന്നേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കുറേ പേരുകൾ ഡ്യൂപ്ലിക്കേഷൻ വരുന്ന രീതിയിലാണ് ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഏരിയയിലോട്ടാണ് പോകുന്നത്. ഫോർമാറ്റിലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സൈഡ് പാനൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ടു റേഞ്ച് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ റേഞ്ച്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഞ്ച് കാണാൻ പറ്റും. A2 തൊട്ട്, ഇവിടെയാണ് A2 തൊട്ട് A11 വരെയുമാണ് നമ്മുടെ റേഞ്ച്, ചെക്ക് ചെയ്യേണ്ട റേഞ്ച്. ഓക്കെ, അപ്പോൾ ഞാനത് ആണ് ഇവിടെ ഡേറ്റ റേഞ്ചായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. A2 ഈസ് ടു A11, അതാണ് റേഞ്ചായിട്ട് ഇവിടെ കാണിക്കുന്നത്. A2 തൊട്ട് A11 വരെയുള്ള റേഞ്ചാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഓക്കെ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ഡേറ്റ റേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇത് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ അടുത്ത ചെയ്യുന്നത് പറഞ്ഞാൽ ഫോർമാറ്റ് റൂൾസ് ആണ്. ഈസ് നോട്ട് എം ഡി എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന റൂളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടി നമ്മൾ കസ്റ്റം ഫോർമുല ഈസ് എന്ന് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമാറ്റ് സെൽസിനകത്ത് കസ്റ്റം ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫോർമുലയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഫോർമുല. ഓക്കെ, ഈ ഫോർമുല നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ഇതേപോലെ തന്നെ. എന്നിട്ട് നമ്മൾ ഈ ഫോർമുല റൂളിലെ കസ്റ്റം ഫോർമുലയ്ക്കകത്തോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇട്ടിട്ട് വേണം ഈ ഫോർമുല കൊടുക്കാൻ. അപ്പോൾ ഈ ഫോർമുല എന്താണെന്ന് നോക്കാം. ഈ ഫോർമുലയ്ക്കകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കൗണ്ട് ഇഫ്, അതായത് കൗണ്ട് ചെയ്യാനുള്ള നമ്പർ ഒന്നിൽ കൂടുതൽ ഇതുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യണമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ റേഞ്ച് തന്നെയാണ് ഇവിടെ ഇപ്പം കൊടുത്തേക്കുന്നത്. A2 ഈസ് ടു A11 ആണ്. നമ്മൾ ഇത് A, ഇത് 2, ഓക്കെ, ഇത് A, ഇവിടെ 11. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഈ റേഞ്ച് നമ്മളിവിടെ ഡോളർ സിമ്പിളും കൂടെ ഉപയോഗിച്ച് കൊടുത്തേക്കാണ്. ഓക്കെ, അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമുള്ള സാധനമല്ല, പക്ഷെ നമുക്കൊരു ഡേറ്റ ഫിക്സ് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. അതായത് ഈ A2 ഈസ് ടു A11 എന്ന് പറഞ്ഞ ഡേറ്റ മാത്രം, ഇതിൽ യാതൊരുവിധ വേരിയേഷനും വരുത്തില്ല എന്ന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അബ്സല്യൂട്ട് റേഞ്ച്. അബ്സല്യൂട്ട് റേഞ്ചിനെ കുറിച്ച് വേറൊരു ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കേണ്ടത് ഡോളർ സിമ്പിൾ കൊടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി അത് റേഞ്ച് കൊടുത്തേക്കുന്നത്, ഈ റേഞ്ച് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഈ ഡോളർ സിമ്പിൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഞ്ച് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കോമ ഇട്ടിട്ടുണ്ട്. കോമ ഇട്ടിട്ട് A2 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, A2 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തേക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ തൊട്ട്, ഇപ്പോൾ A2 തൊട്ടാണല്ലോ നമ്മുടെ ചെക്കിങ് വരുന്നത്. അപ്പോൾ ഈ A2 എന്ന് പറഞ്ഞ വാല്യൂ എല്ലായിടത്തും ചെക്ക് ചെയ്യണം. A2 അതുപോലെ A3 എല്ലായിടത്തും ചെക്ക് ചെയ്യണം, A4 എല്ലായിടത്തും, A5 അങ്ങനെ എല്ലാ റേഞ്ചും ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം A2 തൊട്ടെന്നുള്ള രീതിയിലാണ് A2 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് A2. അപ്പോൾ A2 ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യണമെന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ഇപ്പോൾ 2ൽ കൂടുതലുള്ളെങ്കിൽ ആണ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് 2 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1 ഉള്ളതെങ്കിൽ 1 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ട കളറൊക്കെ മാറ്റി കൊടുക്കാം, അപ്പോൾ വേറെ കളറുകളിൽ കിട്ടും. ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചറിയാം, ഇവിടെ ഇപ്പം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രോഹിത് എന്ന് പറഞ്ഞ പേര് ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒന്നിവിടെ ഉണ്ട്, ഒന്നിവിടെ ഉണ്ട്, അങ്ങനെ 3 ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ 1 വരെ ഗ്രേറ്റർ ദാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രോഹിത് മാത്രമുള്ള, അങ്ങനെ 2ൽ കൂടുതലുള്ള വാല്യൂ ഉള്ളത്. അതുകൊണ്ടാണ് രോഹിത്തിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അതുപോലെ 1ൽ കൂടുതലുള്ള ആണെങ്കിൽ രാഹുൽ എന്ന് പറഞ്ഞ ആളും 1ൽ കൂടുതൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൺ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈക്വേഷൻ അപ്ലൈ ആവും. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഡൺ കൊടുത്തു, എന്നിട്ട് വീണ്ടും ഞാൻ ഈ A12ൻ്റെ അവിടെ കൊണ്ടുവന്ന് രാഹുൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, പക്ഷെ നിങ്ങളിവിടെ നോക്കി അറിയാം രാഹുൽ ഹൈലൈറ്റ് ആയിട്ടില്ല. എന്താണ് ഇവിടെ ഹൈലൈറ്റ് ആവാതിരിക്കാനുള്ള കാരണം? ഇവിടെ ആവാതിരിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വേഷൻ തന്നെയാണ്. അതായത് നമ്മൾ റേഞ്ചാണ് ഇഷ്യൂ. നമ്മുടെ ചെക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ A2 തൊട്ട് A11 വരെ ഉള്ളൂ. A12 കൂടെ വന്നാലേ ഈ രാഹുൽ ഐഡൻറ്റിഫൈ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റേഞ്ച് കൊടുക്കുന്നതിലുള്ള സംഭവിച്ചു, നമ്മൾ A11 ആണ് റേഞ്ച് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഇനിയും ഡാറ്റ ഇതിനകത്ത് എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ 11 എന്ന് പറഞ്ഞ സംഖ്യ ഇവിടെ നിന്ന് നമ്മൾ തുടച്ചു കളഞ്ഞ് A2:A എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്താൽ മതി. അപ്പം ഫുൾ കോളം, അത് ഇതിൻ്റെ താഴോട്ടുള്ള എല്ലാ കോളവും കൂടെ അതിൻ്റെ അകത്ത് മെൻഷൻ ആവും. ഓക്കെ, അപ്പം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് A2:A എന്ന് പറഞ്ഞ രീതിയിലാണ് മെൻഷൻ ചെയ്യുക. ഈ ഫുൾ കോളം നമുക്ക് കിട്ടണമെങ്കിൽ, അതായത് ഈ പേര് നെയിം മാത്രം നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, അത് ഹെഡറാണ്, അതുകൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ A1 ഒഴിവാക്കി, പിന്നെ A2 തൊട്ട് അതിൻ്റെ താഴോട്ട് എത്ര സംഖ്യ, എത്ര സെൽസ് ഉണ്ടെങ്കിലും ഈ A എന്നുള്ള രീതി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡ് ആയിക്കോളും. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ ഇക്വേഷനകത്തും ഒരു ചെറിയ മാറ്റം വരുത്തണം. അപ്പം നമ്മൾ ഈ $11 എന്ന് പറഞ്ഞ സംഖ്യയും കൂടെ തുടച്ച് കളയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഡൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും രാഹുൽ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പേര് എവിടെയെങ്കിലും എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഷുഹൈബ് ഇനിയും കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഓട്ടോമാറ്റിക്കലി ഹൈലൈറ്റ് ആവും. ഇനി വേറൊരു പേര്, ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു പേര് ഞാൻ ടൈപ്പ് ചെയ്ത് എടുത്തില്ലാത്ത, അപ്പോൾ റാണി കണ്ടു, പക്ഷേ ഹൈലൈറ്റ് ആയില്ല, കാരണം അത് ഒറ്റ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ നമുക്ക് 1ൽ കൂടുതൽ റേഞ്ച് ഉള്ളതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ കോളം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ കോളത്തിൽ എങ്ങനെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാനിവിടെ പേരുകൾ ഇതൊരു A എന്ന് പറഞ്ഞ കോളത്തിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് B എന്ന് പറഞ്ഞ കോളത്തിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, Cക്കകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കോളം വരുന്നുണ്ട്, 1ൽ കൂടുതൽ കോളംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 1ൽ കൂടുതൽ കോളംസിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ആദ്യം എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇക്വേഷൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്, കോപ്പി ചെയ്തു. ഇനി അടുത്ത മൾട്ടിപ്പിൾ കോളത്തിനകത്ത് ഞാൻ കൊണ്ടുവന്ന് കണ്ടീഷൻ ഫോർമാറ്റിനകത്ത് ആഡ് അനദർ റൂൾ കൊടുത്തു, എന്നിട്ട് എൻ്റെ റേഞ്ച് ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ റേഞ്ച് കൊടുക്കാൻ പോകുന്നത് A2:C19 വരെ C എന്ന് കൊടുക്കുകയാണ്. കാരണം ഇനിയും പേരുകൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി A2:C ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഓക്കെ അടിച്ചു. ഇനി ഈസ് നോട്ട് എംപ്റ്റി അല്ല, ഇവിടെ നമ്മൾ വീണ്ടും കസ്റ്റം ഫോർമുല ഈസ് എടുത്തു. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ കോപ്പി പേസ്റ്റ് ചെയ്ത ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ഈക്വൽ ടു കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈക്വൽ ടു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൈലൈറ്റ് ആവും. ഇനി ഇക്വേഷൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്, കൗണ്ട് ഇഫ് ആണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A2 അതുപോലെ ഉണ്ട്. ഇവിടെ നേരത്തെ A എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത്, പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു, C18 എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ റേഞ്ച് ആയിട്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം കൊടുത്ത A2:C ആണ്, അതുകൊണ്ട് ഈ $18 അങ്ങ് തുടച്ചു കളയാണ്. നമ്മുടെ റേഞ്ചിന് വേണ്ടിയ സാധനങ്ങൾ മാത്രം കൊടുത്താൽ മതി. ഇവിടെ എങ്ങനെയാണോ കൊടുക്കുന്നത് അത് ഇവിടെ നമ്മൾ ഡോളർ സിമ്പിളും കൂടെ ഇട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്തു A2, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് 1ൽ കൂടുതലുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ വേറെ ഏതെങ്കിലും ഒരു പേര്, ഇത് ഹൈലൈറ്റ് ആവാത്ത, ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞ പേര് ഞാൻ ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, രാഹുൽ കൊടുത്തപ്പം കണ്ടോ, രാഹുൽ വീണ്ടും രണ്ടിടത്തും ഹൈലൈറ്റ് ആയി കാണിച്ചു. ഇവിടെ ഇനി ഞാൻ വേറൊരു പേര് കൊടുക്കുകയാണ്, അഷ്റഫ്. ഓക്കെ, ഈ പേര് കൊടുത്തപ്പോൾ ഇവിടെയും ഹൈലൈറ്റ് കാണിച്ചു. അത് നമ്മൾ ഹൈലൈറ്റ് ആവാൻ കാരണം ഈ സിയുടെ എൻഡ് നമ്മൾ മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഹൈലൈറ്റായി കിട്ടുന്നത്.
ഓക്കെ, എക്സാക്ട് റേഞ്ച് വേണമെങ്കിൽ നമ്മൾ എക്സാക്ട് റേഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റോസിൽ എങ്ങനെ ഒരു ഫുൾ റോ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് ഇതിൻ്റെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് വീണ്ടും നമ്മൾ റോസിലോട്ട് പോയി എന്നിട്ട് ആഡ് അനദർ റൂൾ കൊടുത്തു. എന്നിട്ട് നമ്മുടെ റേഞ്ച് മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ റേഞ്ച് കൊടുക്കുന്നത് A2 തൊട്ട് C എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ 3 കോളത്തിൽ ഡാറ്റയേ ഉള്ളൂ, അതുകൊണ്ട് C തന്നെ കൊടുക്കുന്നു. ഞാൻ നമ്പറൊന്നും എക്സാക്ട് നമ്പർ കൊടുക്കുന്നില്ല, എവിടെ എൻട്രി ചെയ്യുന്നുള്ളത് എത്രയും ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റുമോ അത്രയും ഡാറ്റയിലോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മളിവിടെ C കൊടുത്തേക്കുന്നത്. ഓക്കെ അടിച്ചു. ഇനി ഈസ് നോട്ട് എംപ്റ്റി അല്ല, കസ്റ്റം ഫോർമുല കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നോക്കിയറിയാം, നമ്മൾ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ കൗണ്ടി ഫണ്ട്, അതുപോലെ തന്നെ അറേ ഫോർമുല നമ്മുടെ ഇക്വേഷൻ കൊടുത്തു. ഓക്കെ, അറേ ഫോർമുല ഇവിടെ നമ്മൾ ഒരു സാധനം ശ്രദ്ധിക്കണം. ഇവിടെ അറേ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അറേ ഫോർമുല വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അറേ ഫോർമുല എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കൗണ്ടിഫിന് ശേഷം ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ട് ഈ അറേ ഫോർമുലയുടെ ബാക്കിയായിട്ട് വേണം നമ്മുടെ ഡാറ്റാസ് എൻ്റർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ $2 ആണ്. എന്നിട്ട് $18 വരെ ഞാൻ ഈ $18 അങ്ങ് കട്ടൗട്ട് ചെയ്യുകയാണ്. കാരണം നമ്മുടെ റേഞ്ചിനകത്ത് എൻഡ് വാല്യൂ ഇല്ല, അതുകൊണ്ട് $A വരെയും കൊടുത്താൽ മതി. അപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ A2:A ഈ ഒരു ഫുൾ സെല്ലാണ് A2:A എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫുൾ റോ വരെയുള്ള ഐഡൻറ്റിഫിക്കേഷനാണ് വേണ്ടത്. അപ്പോൾ A2:A കൊടുത്തു. അതുപോലെ തന്നെ B2:18 വരെ $18 ഞാൻ ഈ തുടച്ചെടുക്കുകയാണ്. B2:B കൊടുത്തു. അപ്പോൾ ഈ ഫുൾ റോ ആണ് ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഫുൾ റോ അല്ല, ഈ ഹെഡർ ഒഴിച്ചിട്ടുള്ള ഹെഡർ ജസ്റ്റ് ബോൾഡ് ചെയ്യാണ്. ഈ ഹെഡർ ഒഴിച്ചിട്ട് താഴോട്ടുള്ള സെക്കൻഡ് റോ തൊട്ടിട്ടുള്ള ചെക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ C2:18 വരെ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് തുടച്ച് കളയുകയാണ്. ഓക്കെ, എന്നിട്ട് അടുത്തത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണ്. അതായത് നമ്മൾ നേരത്തെ ഉപയോഗിക്കുമ്പോൾ ഒരു കോമ ഇട്ടിട്ട് നമ്മൾ എവിടെ തൊട്ട് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു, A2 തൊട്ട് എന്നുള്ളത്. അതേപോലെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് കാണിച്ചിട്ടുണ്ട്, $A2 എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ് കൊടുത്തു. അതുപോലെ തന്നെ $B2 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്തു. ഓക്കെ, ആൻഡ് $B2, അതുപോലെ തന്നെ ആൻഡ് $C2. ഇനി ഗ്രേറ്റർ ദാൻ 1 ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡൺ അടിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ ഒന്നിൽ കൂടുതലുണ്ടെ കാണിക്കും രാഹുൽ ഫിനാൻസ് 25,000 വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, താഴോട്ട് ഫുൾ ഇങ്ങനെ കളറടിച്ച് കാണിച്ചിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്ലാങ്ക് ലൈൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കാണിച്ചത്. ഓക്കെ, ബ്ലാങ്ക് ലൈൻസ് റിപ്പീറ്റിംഗ് ആയിട്ട് അതും ഇതിനെ കാൽക്കുലേറ്റ് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഇതേ ഡേറ്റ ഈ ശർമ്മ അഡ്മിനിസ്ട്രേഷൻ ഒന്നും കൂടെ കൊടുത്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും കൊടുക്കുക, കേട്ടോ, അതും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഈ രണ്ടെണ്ണവും ഒരേ ഡേറ്റ തന്നെയാണ്, ഡ്യൂപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്, റോയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ റേഞ്ച് ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, C എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത്, പക്ഷേ ഇവിടെ 1000 കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏറ്റവും എൻഡ് സെല്ല് കിടത്തേക്കുന്നുണ്ട് 1000. അപ്പോൾ C നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഏറ്റവും എൻഡ് സെല്ല് ഏതാണോ അത് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ C1000 കളയുവാണ്. ഇതിന് പകരം ഞാൻ എൻ്റെ ഡേറ്റ റേഞ്ച് കൊടുത്തു. ഓക്കെ, ഞാൻ കൊടുക്കാൻ പോകുന്നത് C7 വരെയുള്ള രീതിയിൽ കൊടുക്കാൻ പോകണം. എന്നിട്ട് കൗണ്ട് ഇഫ് ഞാൻ കൊടുത്തു. അറേ ഫോർമുല C7 കൊടുത്തു. അതിന് മുമ്പ് അതുപോലെ തന്നെ C $7 ഉണ്ട്, $7 കൊടുത്തു. അതുതന്നെ ബിയും ഡോളറാണ്, $7 കൊടുത്തു. അതുപോലെ എയ്ക്കും $7 കൊടുത്തു. ഓക്കെ, ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാക്റ്റ് ഹൈലൈറ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ റേഞ്ച് കണ്ടോ, A2:C7 ഇവിടം വരെ ചെക്കിങ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ. ഇതും ഓൾറെഡി ഇവിടെ ഇത്ര ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് വന്നിട്ടും കാണിച്ചില്ല. കാരണം
നമ്മുടെ ഡാറ്റ റേഞ്ച് A2:C7 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷനകത്തും അതേ രീതി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡ്യൂപ്ലിക്കേഷൻ ഐഡൻറ്റിഫിക്കേഷൻ യൂസിങ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞ ഐറ്റം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ സെഷൻ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു സെഷൻ ഇനിയും കാണാം. അതുവരെ ബൈ.